السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധമായ ദീന് സമൂഹത്തിന് നൽകുന്നത് അടിസ്ഥാനപരമായ വിജയവും നേട്ടങ്ങളുമാണ്. ദീൻ സ്ഥാപിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വലഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിം അൽ മഹ്മൂദ് ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ച, ദൈവികമായി സ്ഥാപിക്കപ്പെട്ട, മനുഷ്യരെ അവരുടെ സ്വയഷ്ടപ്രകാരം അവരുടെ നന്മയിലേക്ക് നയിക്കുന്ന ആശയങ്ങൾക്കാണ് പരിശുദ്ധമായ ദീൻ, മതം എന്ന് പറയുന്നത്. പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങൾ മുഴുവനും ദൈവികമാണ്. മനുഷ്യന്റെ കേവലമായ യുക്തികൾക്കോ മതനിയമങ്ങൾക്കെതിരായ ചിന്തകൾക്കോ മതത്തിൽ പ്രസക്തിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. മതത്തിന്റെ നിയമങ്ങൾ എല്ലാം യുക്തിപരമാണ്. എന്നാൽ കേവലമായ ചെറിയ മസ്തിഷ്കത്തിൽ രൂപപ്പെടുത്തുന്ന യുക്തികളോട് മതം യോജിക്കുന്നില്ല എങ്കിൽ അവിടെ യുക്തിയെ മാറ്റിവെക്കണം എന്നതാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ട യഥാർത്ഥ വശം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അവാന്തര വിഭാഗങ്ങളായി കടന്നു വന്ന പുത്തനാശയക്കാർ മുഴുവനും യുക്തിക്ക് പ്രാധാന്യം നൽകിയത് കാണാൻ കഴിയും. ഇമാമിങ്ങൾ പഠിപ്പിച്ചതും പരിശുദ്ധ ഖുർആനിലുള്ളതും തിരുഹദീസിലൂടെ നിർദ്ദേശിക്കപ്പെട്ടതുമായ ആശയങ്ങൾക്കെതിരെ പറയാൻ വേണ്ടി അവർ തയ്യാറാകുമ്പോൾ പലപ്പോഴും അതിനവരെ പ്രചോദിപ്പിക്കാറും പ്രേരിപ്പിക്കാറുമുള്ളത് തങ്ങളുടെ കേവലമായ യുക്തിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പല ആശയങ്ങളെയും ഈ കേവല യുക്തി വെച്ചുകൊണ്ട് അവർ എതിർക്കുകയും വളരെ മലീമസമാക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ഖുതുബയുടെ ഭാഷ അതിനൊരു ഉദാഹരണമാണ്. കേവലമായ യുക്തി വെച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ അതൊരു പ്രത്യേക ദിക്റാണെന്നും ഇബാദത്താണെന്നും വുളൂഓടുകൂടെ നിർവഹിക്കണമെന്നും പഠിപ്പിച്ച ഒരു പുണ്യകരമായ ഇബാദത്തിനെ നിർബന്ധ ബാധ്യതയായ ഒരു മുഅ്മിൻ എല്ലാ ആഴ്ചയിലും പങ്കെടുക്കേണ്ടതും നിർവഹിക്കപ്പെടേണ്ടതുമായ ഒരു പുണ്യകർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയത് തങ്ങളുടെ കേവലമായ യുക്തിയായിരുന്നു. ഈ കേവലമായ യുക്തിക്ക് അടിമപ്പെട്ടുകൊണ്ട് മതനിയമങ്ങളെ നിർമ്മിക്കൽ അത് ബിദ്അത്താണെന്നും അത് വഹാബിസവും മൗദൂദിസവും തുടങ്ങിയുള്ള പുത്തനാശയക്കാരുടെ രീതിയാണെന്നും ഉൾക്കൊണ്ട് ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, ബഹുമാനപ്പെട്ട അലിയാർ ഖാസിമി ഉസ്താദ് ബിദ്അത്തിന്റെ സ്വാധീനത്തിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയിക്കൊണ്ട് അദ്ദേഹം സക്കാത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ വിവാദമാവുകയുണ്ടായി. അവിടെ അദ്ദേഹത്തിന് തെളിവായി ഉദ്ധരിക്കാനുണ്ടായത് ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഗ്രന്ഥമല്ല. പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രമാണം ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നില്ല അലിയാർ ഖാസിമി സംസാരിച്ചത്. അദ്ദേഹം ഒരു പണ്ഡിതനാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഒരു കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മതപണ്ഡിതന്റെ റോളിൽ വന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തി കാണിക്കേണ്ടത് അതിന് രേഖയായി കൊണ്ട് പണ്ഡിതന്മാരെയാണ് എന്നുള്ളത് പറയേണ്ടതില്ല. അങ്ങനെ ഒരു ഉദ്ധരണിയോ ഒരു രേഖയോ ഇല്ലാതെ തീർത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തിൽ നിലനിന്നു പോരുന്ന പീപ്പിൾ ഫൗണ്ടേഷന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു പരിപാടിയിൽ വെച്ചുകൊണ്ട് സുന്നി ആശയത്തെ അതിനിശിതമായി അദ്ദേഹം വിമർശിച്ചു. പരിശുദ്ധമായ ദീനിന്റെ ആശയത്തെയാണ് അദ്ദേഹം അവിടെ കടന്നാക്രമിച്ചത്. പരിശുദ്ധമായ ദീൻ സക്കാത്ത് വിതരണം ചെയ്യുന്നതിന് 3 രീതികളാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് സ്വന്തമായി വിതരണം ചെയ്യുന്ന രീതി, മറ്റൊന്ന് മറ്റൊരാളെ വക്കാലത്താക്കുന്ന രീതി, മൂന്നാമതൊരു രീതി ഇമാമുള്ളിടത്ത് ആ ഇമാമിനെ ഏൽപ്പിക്കുന്ന രീതി. ഈ 3 രീതികൾക്കും അപ്പുറത്തേക്കൊരു രീതി പരിചയപ്പെടുത്തിയവർ ഇവിടെയുള്ള പുത്തനാശയക്കാരാണ്. ആ പുത്തനാശയക്കാർ പോലും അതിൽ അവർ ഏകാഭിപ്രായക്കാരല്ല. അവർക്കിടയിൽ തന്നെ ആ വിഷയത്തിൽ പല തർക്കങ്ങളും. അത് നിലനിൽക്കവേ മുസ്ലിം പണ്ഡിതൻ എന്ന പേരിൽ, സുന്നി പണ്ഡിതൻ എന്ന പേരിൽ രംഗത്ത് വന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തിലുള്ള പീപ്പിൾ ഫൗണ്ടേഷന്റെ വേദിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം സുന്നിസത്തെ പരിഹസിക്കുകയാണ്. അദ്ദേഹം മതത്തെ പരിഹസിക്കുകയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സക്കാത്ത് എന്ന സംവിധാനം അത് പരിപൂർണമാകണമെങ്കിൽ അത് സംഘടിതമായ സക്കാത്തിലൂടെ സാധ്യമാവുകയുള്ളൂ എന്നും അത് ഇന്ന് നടക്കുന്ന കമ്മിറ്റികൾ രൂപീകരിച്ചുള്ള പരിശുദ്ധ ദീനിന്റെ ഒരടിസ്ഥാന പ്രമാണത്തിലും പഠിപ്പിക്കപ്പെടാത്ത രീതി ആ രീതിയിലൂടെ നടത്തണമെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ആ പ്രസംഗം വിവാദമായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ചില തിരുത്തലുകൾ വരുത്തേണ്ടി വന്നു. പണ്ഡിതോചിതമായ ഇടപെടലുകളും മറുപടികളും ആ വിഷയത്തിൽ വന്നപ്പോൾ അദ്ദേഹം തന്റെ നിലപാടൊന്ന് മയപ്പെടുത്തുകയാണ്. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഫർളായ ഏത് കർമ്മമുണ്ടോ ആ കർമ്മങ്ങൾ മുഴുവനും സംഘടിതമായേ നിർവഹിക്കാൻ കഴിയൂ, അങ്ങനെ പാടുള്ളൂ എന്ന് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. അത് പറഞ്ഞത് വിവാദമായി പണ്ഡിതന്മാർ ആ വിവാദത്തിൽ അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിലുള്ള അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മയപ്പെടുത്താൻ തയ്യാറായി. എങ്കിലും പൂർണ്ണമായ തിരുത്തലിലേക്ക് അദ്ദേഹം എത്തിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും അദ്ദേഹം മൗദൂദികളുടെ കൂടെയാണ് നിലകൊള്ളുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. സംഘടിത സക്കാത്ത്
ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിനർത്ഥം നിങ്ങളുടെ പിന്തുണയല്ല ആവശ്യം, പരിശുദ്ധമായ ശറഇന്റെ പിന്തുണയാണ് ആവശ്യം. നിങ്ങളുടെയോ എന്റെയോ പിന്തുണയല്ല പരിശുദ്ധമായ ദീനിന്റെ പേരിൽ ഒരു മതനിയമം പറയാൻ ആവശ്യമായിട്ടുള്ളത്. മറിച്ച് മഹാന്മാരായ ഇമാമികൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചോ എന്നതാണ്. സക്കാത്ത് സംഘടിതമായി മാത്രം നിർവഹിച്ചാലേ ശരിയാകൂ എന്ന് എനിക്ക് അഭിപ്രായമുണ്ടെന്നല്ല. അങ്ങനെ തോന്നിക്കുന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ സംസാരം. ഫർളായ ഏത് കർമ്മവും സംഘടിതമായേ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ, കുറച്ചധികം കടന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ധ്വനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 4 കർമ്മ പരിപാടികളുണ്ട്. നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഈ 4 കാര്യങ്ങളിലും പൊതുവായി നിരീക്ഷിക്കുമ്പോൾ ഒരു സംഘടിത സ്വഭാവമുണ്ട് എന്നാണ് ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിസ്കാരവും നോമ്പും ഹജ്ജും ഉൾപ്പെടുന്ന കർമ്മങ്ങൾ സംഘടിതമായി നിർവഹിക്കുന്ന രീതി പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, സംഘടിതം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓരോ കർമ്മങ്ങളിലും നിങ്ങൾ ഈ പറയുന്ന സംഘടിതം എന്നുള്ളത് വിവിധ രൂപങ്ങളിലാണുള്ളത്. അത് സക്കാത്തിലുമുണ്ട്. സംഘടിതം എന്നുള്ള ഒരു പ്രയോഗത്തിന്റെ പേരിൽ, കേവലമായ ഒരു വാക്കിന്റെ പേരിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇമാമിനെ ഏൽപ്പിക്കുന്ന രീതി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഘടിതമായ രീതി, അങ്ങനെയാണെങ്കിൽ അത് പരിശുദ്ധമായ ദീന് പഠിപ്പിച്ചതാണ്. പക്ഷേ അതിനെന്ത് വേണം? സംഘടിതമായി നിർവഹിക്കാനുള്ള നിബന്ധനകളും ആ സാഹചര്യവും നോക്കണം. കേവലമായി നമ്മുടെ യുക്തിക്കനുസരിച്ച് നിർമ്മിച്ചെടുക്കാൻ പറ്റിയതല്ല ആ രീതികൾ. നമസ്കാരം സംഘടിതമായി ജമാഅത്തായിട്ട് നിർവഹിക്കുന്നു. അതുപോലെ തന്നെ നോമ്പ് ലോക മുസ്ലിമീങ്ങൾ ഒരു പ്രത്യേക മാസത്തിൽ തന്നെ സംഘടിതമായി തന്നെ നിർവഹിക്കുന്നു. അതുപോലെ തന്നെ ഹജ്ജ് ഒരു പ്രത്യേക സമയത്തും സ്ഥലത്തും ലോക മുസ്ലിമീങ്ങൾ സംഘടിതമായി നിർവഹിക്കുന്നു. അതേ ശ്രേണിയിൽപ്പെട്ട സക്കാത്ത് മാത്രം അസംഘടിതമായി നിർവഹിക്കാവൂ എന്നൊരു നിർബന്ധവും ഇല്ല എന്നാണ് എൻ്റെ പ്രഭാഷണത്തിൻ്റെ സൂചന. അല്ലാതെ എൻ്റെ പദത്തിലൊരു പക്ഷേ അതേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്നൊരു പദം കടന്നു വന്നത് വേണമെങ്കിൽ ദുരുപയോഗിക്കപ്പെടാം. പക്ഷേ അത് പ്രശ്നത്തെ അസംഘടിതമായിരിക്കണം അല്ലെങ്കിൽ സംഘടിതമായി പാടില്ല എന്ന് ശക്തമായി പറയുന്നതിനോടുള്ള ഒരു പ്രതിരോധം എന്ന നിലയിൽ ഒരു ഊന്നലിന് വേണ്ടി പറഞ്ഞത് മാത്രമാണ്. ആരെയാണ് നിങ്ങൾ പ്രതിരോധിച്ചത്? ലോകത്തുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന സുന്നികളെയാണ് ഒരു സുന്നി പണ്ഡിതൻ എന്ന ലേവലിൽ നിങ്ങൾ ഒരു പാണ്ഡിത്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുന്നത്. ആരെയാണ് നിങ്ങൾ ആ പ്രതിരോധത്തിലൂടെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? മൗദൂദിസ്റ്റുകളെ. മൗദൂദിസ്റ്റുകളുടെ വേദിയിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പരാമർശം നടത്തുന്നത്. ഈ മൗദൂദിസ്റ്റുകളുടെ വേദിയിൽ വെച്ചുകൊണ്ട് നടത്തിയ പരാമർശം വിവാദമായപ്പോഴും നിങ്ങളുടെ ഈ പരാമർശത്തിലുള്ള തിരുത്തുകളും അതിലുള്ള വിശദീകരണവും ഇവിടെ സംപ്രേഷണം ചെയ്യുന്നതും മൗദൂദികളുടെ ചാനലായ മീഡിയ വണ്ണാണ്. എന്തേ മൗദൂദികൾക്ക് അലിയാർ ഖാസിം ഉസ്താദിന്റെ ചർച്ചയോട് ഇത്ര താല്പര്യം? ഈ പീപ്പിൾ ഫൗണ്ടേഷനും ഈ മീഡിയ വണ്ണും എല്ലാം ഒന്നാണ്. ബഹുമാന്യനായ വ്യക്തിയുടെ പുതപ്പ് എന്ന് പറഞ്ഞ പോലെ ഞാൻ പ്രയോഗം നടത്തിയിട്ട് അധികം പറ്റാവണ്ട. ബഹുമാന്യനായ വ്യക്തിയുടെ ഒരു പുതപ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പുതപ്പും ഉടുപ്പും ഒക്കെ ഒന്നാണെന്ന് പറഞ്ഞതുപോലെ ഈ പീപ്പിൾ ഫൗണ്ടേഷനും മീഡിയ വണ്ണും നിങ്ങളെ കൊണ്ട് നടക്കുന്നവരൊക്കെ മൗദൂദികളാണ്. അവർക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഈ പ്രതിരോധം തീർത്തത്? ആരെയാണ് നിങ്ങൾ പ്രതിരോധിക്കുന്നത്? പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനങ്ങൾ ഈ ലോകത്ത് പഠിപ്പിച്ച ഇമാമിങ്ങളെ പിൻപറ്റുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ. ഇതാണോ ഒരു സുന്നി പണ്ഡിതൻ എന്നുള്ള അഡ്രസ്സിൽ നിങ്ങൾ പറയേണ്ടത്? സംഘടിതമായി മാത്രമേ സക്കാത്ത് നിർവഹിക്കാവൂ എന്ന അഭിപ്രായം എനിക്കില്ല. നിങ്ങളുടെ അഭിപ്രായമല്ല ഇവിടെ ആവശ്യമുള്ളത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അഭിപ്രായമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ വെച്ചുകൊണ്ട് സംഘടിത സക്കാത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് അവർ നടത്തുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ രേഖയോ അടിസ്ഥാനമോ ഇല്ലാത്ത കേവലമായി കുറച്ചാളുകൾ കൂടി ഉണ്ടാക്കി കമ്മിറ്റി രൂപീകരിച്ച് നടത്തപ്പെടുന്ന സക്കാത്ത് സമ്പ്രദായം നിങ്ങൾ എന്ത് പ്രയോഗം നടത്തിയാലും വേണ്ടില്ല. സക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്ന സമ്പ്രദായത്തിനുള്ള തെളിവാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ പണ്ഡിതൻ എന്നുള്ള ഒരു അഡ്രസ്സിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ചർച്ചകൾ പണ്ഡിതോചിതമാകണം. കിതാബുകൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തേ അതിനുണ്ടായ കിതാബ്, രേഖ, എന്തേ തെളിവ് നിങ്ങൾക്ക് മുന്നിൽ വെക്കാനുണ്ടായത്? ഒന്നും ഉണ്ടായില്ല. കേവലമായ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്ന, മുജാഹിദുകാരൻ പറയുന്ന, ഇവിടെയുള്ള പുത്തനാശയക്കാർ പറയുന്ന അവരുടെ യുക്തിപരമായ ന്യായങ്ങൾ മാത്രമാണ് ഒരു പണ്ഡിതൻ എന്ന ലേബലിൽ സുന്നി പണ്ഡിതൻ എന്ന അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങളുടെ പദവിക്ക് യോജിച്ചതായിരുന്നില്ല, നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് വളരെ മാന്യതയോടുകൂടെ പണ്ഡിതന്മാർ നിങ്ങൾ ഉണർത്തിയത്. എൻ്റെ അമലും സ്വകാര്യമായി സക്കാത്ത് കൊടുക്കുന്ന രീതിയാണ്. നിങ്ങളുടെയോ എന്റെയോ അമലല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഒരു കർമ്മം അത് സ്ഥിരപ്പെട്ടതാണോ എന്ന് തെളിയിക്കപ്പെടാനുള്ള മാനദണ്ഡം നിങ്ങൾ പറയേണ്ടത് ഇമാമിങ്ങളുടെ അമലാണ്. മഹാന്മാരായ സ്വഹാബികളുടെയും മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അമലിനെ കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. പരിശുദ്ധമായ ദീനിന്റെ വ്യവസ്ഥിതി നിലനിൽക്കാത്ത, ഒരു ഇമാം ഭരണം നടത്തുന്ന സാഹചര്യമില്ലാത്ത ഒരു രാജ്യത്ത് ഇത്തരത്തിൽ 4 ആൾ കൂടി ഉണ്ടാക്കിയ കമ്മിറ്റിക്ക് കീഴിൽ സക്കാത്ത് കൊടുക്കുക എന്ന സമ്പ്രദായത്തിന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ എവിടെ?
അതാണ് നിങ്ങൾ പറയേണ്ടത്. സ്വഹാബത്തിന്റെ മാതൃക എവിടെ? സച്ചരിതരായ മുൻഗാമികളുടെ പിന്തുണ എവിടെ? അതാണ് നിങ്ങൾ പറയേണ്ടത്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമാം അതിന് പച്ചക്കൊടി വീശിയത് എവിടെ? മഹാന്മാരായ ഈ മദ്ഹബിന്റെ ആശയങ്ങൾ കൈമാറാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇമാമിങ്ങൾ എവിടെ പറഞ്ഞു ആ ആശയം? മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, ഇമാം റംലി റളിയല്ലാഹു അൻഹു, ഇമാം ഖതീബ് ശിർബീനി റളിയല്ലാഹു അൻഹു അടങ്ങുന്ന ഷാഫി മദ്ഹബിലുള്ള ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾക്കുള്ള വിധികൾ സ്വീകരിക്കാൻ ആധാരമാക്കുന്ന പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബിലെ അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതന്മാർ ആര് പറഞ്ഞു? അതാണ് ഇവിടെ രേഖയായിട്ടുള്ളത്. ആര് അത് അമലായി കാണിച്ചു തന്നു? അതാണ് രേഖയായിട്ടുള്ളത്. അതാണ് അലിയാർ ഖാസിമി ഉസ്താദെ നിങ്ങൾ പറയേണ്ടിയിരുന്നത്. എന്നാൽ സംഘടിതമായി സക്കാത്ത് കൊടുത്തുകൂടാ എന്ന് കർമ്മശാസ്ത്രം വിലക്കുന്നില്ല എന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. കർമ്മശാസ്ത്രം വിലക്കുന്നില്ല എന്ന് പറയാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? അതാണ് നിങ്ങൾ പറയേണ്ടത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തനതായ ആശയങ്ങൾ കളങ്കമില്ലാത്ത വിധം പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന ഇമാമിങ്ങൾ ആരും തന്നെ ഈ പറഞ്ഞ ആശയം പഠിപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. അത് ഇസ്ലാമികമല്ല എന്നതിന്റെ തെളിവ് മഹാനായ ഇബ്നു ഹജർ പഠിപ്പിച്ചോ ആശയം? അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ അത് തുഹ്ഫയിലല്ലേ കാണേണ്ടത്? നിഹായയിലല്ലേ കാണേണ്ടത്? മുഗ്നിയിലല്ലേ കാണേണ്ടത്? ചുരുങ്ങിയത് ഫത്ഹുൽ മുഈനിലെങ്കിലും കാണണ്ടേ? നിങ്ങൾ ഒരു ഉസ്താദ് എന്ന അഡ്രസ്സിലല്ലേ സംസാരിക്കുന്നത്? ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. ഇവരാരും ആ രീതി പഠിപ്പിച്ചിട്ടില്ല. 3 രീതിയാണ് ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും എടുത്താൽ കിട്ടുക. 3 രീതി. ഈ 3 രീതിയിൽ ഒതുങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഉസ്താദെ? 4ാമത്തെ ഒരു രീതി പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല എന്നല്ലേ? 3 രീതി മാത്രം കർമ്മശാസ്ത്രത്തിൽ അവലംബിക്കപ്പെടാൻ പറ്റുന്ന മദ്ഹബിന്റെ പ്രാമാണികരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 4ാമത്തെ ഒരു രീതി ഒരാൾ ഉണ്ടാക്കിക്കൊണ്ട്, ഈ ഇമാമികളൊന്നും പഠിപ്പിക്കാത്ത ഒരു രീതി ഉണ്ടാക്കിക്കൊണ്ട് ഇതെവിടെ തെറ്റാണ് എന്നുള്ളത് എന്ന് ചോദിക്കുന്നത് എന്ത് അർത്ഥശൂന്യമാണ് ഉസ്താദെ? ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ടതാണ്. നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതിനെതിരായ ഒരു രൂപ ഒരാൾ ഉണ്ടാക്കിയാൽ അതിന് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പുതിയൊരു ഇബാറത്തിന്റെ ആവശ്യമാണ്. എന്നാൽ സംഘടിതമായി സക്കാത്ത് കൊടുത്തുകൂടാ എന്ന് കർമ്മശാസ്ത്രം വിലക്കുന്നില്ല എന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. മാത്രമല്ല, സക്കാത്ത് സംഘടിതമായി നിർവഹിക്കപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുക. പരമാവധി ജനങ്ങളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യം സക്കാത്തിനുണ്ട്. അത് പ്രവാചകൻ അത് നടപ്പാക്കിയിട്ടുള്ളതുമാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനത്തെ കർമ്മശാസ്ത്രം വിലക്കുന്നില്ലെങ്കിൽ മറ്റുള്ള ഇസ്ലാമിക കർമ്മ പരിപാടികൾ സംഘടിത സ്വഭാവത്തിൽ നടക്കുന്നത് പോലെ ഇതും നടത്തുന്നതിന് തടസ്സമില്ല എന്നല്ലാതെ അങ്ങനെ നടത്തിയാലേ സക്കാത്ത് വീടൂ എന്ന അഭിപ്രായം എനിക്കില്ല എന്നല്ല ആർക്കുമില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച സംഘടിതമായ രീതി, ഒരു ഇമാമിനെ ഏൽപ്പിക്കുന്ന രീതി, ആ രീതിയിലൂടെ സക്കാത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ആ ഒരു രീതി മാത്രമല്ല സക്കാത്തിന്റെ വിതരണത്തിന് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. ഇസ്ലാമിന്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ യോഗ്യമല്ലാത്ത ഒരു രീതി ഇമാമിങ്ങൾ പഠിപ്പിക്കുമോ ഉസ്താദെ? സ്വന്തമായി കൊടുത്താലും അത് സാധുക്കളിലേക്ക് എത്തും. സ്വന്തമായി കൊടുക്കാൻ പ്രേരണ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് കൊടുത്താലും സാക്ഷാത്കരിക്കപ്പെടും. ഇമാമിലൂടെ കൊടുത്താലും സാക്ഷാത്കരിക്കപ്പെടും. ഇമാമിലൂടെ കൊടുക്കുക എന്ന രീതി നടപ്പിലാകണമെങ്കിൽ അവിടെ ആവശ്യമായ ഘടകം ഇസ്ലാമിക ഭരണ വ്യവസ്ഥയുള്ള ഒരു ഇമാമുള്ള രാജ്യമാകണമെന്നുള്ളതാണ്. അതില്ല എങ്കിൽ 4 ആൾ കൂടി ഉണ്ടാക്കുന്ന കമ്മിറ്റി, ആ കമ്മിറ്റിയിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സക്കാത്ത് എന്ന് പറയുന്ന ആശയത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ ശ്രമം കേവലമായ യുക്തിവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിദഗ്ധകാര് ഖുതുബയുടെ ഭാഷയെ അട്ടിമറിച്ചുകൊണ്ട് മലയാള ഭാഷയിലേക്ക് നൂറ്റാണ്ടുകൾക്ക് പരിചയമില്ലാത്ത ആ ഭാഷയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ അതേ ന്യായമാണ് നിങ്ങൾ ഇവിടെ നിരത്തുന്നത്. അവരെന്തേ പറഞ്ഞത്? ഈ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ആശയം എന്താ? ഖുതുബയുടെ ഭാഷയുമായിട്ട് അലിയാർ ഖാസിമി ഉസ്താദിന് അതിനും അങ്ങനെയാണോ നിലപാട്? നിങ്ങളൊന്ന് പറയണം. അവർ പരിശുദ്ധമായ ദീൻ ലക്ഷ്യം വെക്കുന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ഖുതുബയുടെ ഭാഷ അത് മലയാളത്തിലാക്കണമെന്ന് എന്ന് പറഞ്ഞവരാണ്. ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി വല്ലാതെ വെമ്പൽ കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിലൊക്കെ എന്താണ് നിലപാട് എന്ന് അറിയാൻ സമൂഹത്തിന് താല്പര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ പുസ്തകം ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വകൾ എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ ഫതാവ, അതിന്റെ ഒരു വിവർത്തനമാണ്. ഹൈദർ അലി ശാന്തപുരം വിവർത്തനം നടത്തിയ ഇബ്നു ബാസിന്റെ ഫതാവയിൽ കാണാൻ കഴിയും, ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പരിഗണിക്കുക എന്നതാണ് വാക്കുകളും ലിപികളും പരിഗണിക്കുന്നതിനേക്കാൾ ഉത്തമവും നിർബന്ധവും. അതിൽ സംശയമില്ല. ഖുതുബയുടെ ഭാഷയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. വിശിഷ്യ അഭിസംബോധിതർ അറബി ഭാഷയ്ക്ക് പ്രത്യേക പരിഗണന നൽകാത്തവരാവുകയും ഖതീബിന്റെ അറബിയിലുള്ള ഖുതുബ അവരിൽ ഒരു പ്രതികരണവും സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെയാവുമ്പോൾ ഖുതുബയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയില്ല.
ഖുതുബയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ആളുകൾക്ക് തിരിയുന്ന ഭാഷയിൽ ഓതണം എന്ന് ജമാഅത്തെ ഇസ്ലാമി രേഖപ്പെടുത്തി വെച്ചു. അതിനാൽ ചിന്തിക്കുന്നവർക്ക് ഗ്രഹിക്കാൻ സാധിക്കും, ശ്രോതാക്കൾക്ക് അർത്ഥവും ഭാഷയും മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ ഭാഷയിൽ ഖുതുബ പരിഭാഷ ചെയ്യാമെന്ന അഭിപ്രായമാണ് ഏറ്റവും പരിഗണനീയവും സ്വീകാര്യയോഗ്യവുമെന്ന്. പരിഭാഷ ചെയ്യാതിരിക്കൽ തർക്കത്തിനും പിണക്കത്തിനും കാരണമാവുമെങ്കിൽ വിശേഷിച്ചും ഈ അവസ്ഥയിൽ പൊതുനന്മ പരിഗണിച്ചും കുഴപ്പമില്ലായ്മ ചെയ്യുവാനും പരിഭാഷ ചെയ്യുക തന്നെയാണ് വേണ്ടത്. അലിയാർ ഖാസിമി പറഞ്ഞ യുക്തി ഉണ്ടല്ലോ, ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നുള്ള യുക്തി. ഈ യുക്തി വെച്ചിട്ടാണ് മതത്തിന്റെ പല നിയമങ്ങളെയും മൗദൂദികൾ കടന്നു കയറി ആക്രമിച്ചത്. ഈ അക്രമത്തിന് മരുന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സുന്നി പണ്ഡിതൻ എന്ന ലേബലിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുന്നതല്ല. മൗദൂദികളുടെ എന്തോ സ്വാധീനം നിങ്ങളിൽ ഉണ്ടായി എന്ന് ഞങ്ങൾ പറയുന്നത് കേവലമായ ആരോപണമാണോ? ഇതൊരു പണ്ഡിതൻ ചെയ്യേണ്ടതാണോ? പണ്ഡിതൻ ചെയ്യേണ്ടത് എന്താ? ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതല്ലേ? നിങ്ങളുടെ അഭിപ്രായമാണോ ഈ സമൂഹം കാതോർക്കുന്നത്? നിങ്ങളെ അമലാണോ ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത്? ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് പണ്ഡിതോചിതമായ ചർച്ചകളും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുമല്ലേ? ഇപ്പൊ സംഘടിത സക്കാത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ ആരോപിക്കപ്പെടുന്ന സുന്നി സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ ആരോപിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സുന്നികൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും യാഥാർത്ഥ്യം. നിങ്ങളിപ്പോ എവിടെയുള്ളത്? നിങ്ങൾ ഈ രണ്ട് തോണിയിൽ കാലില്ല ഉസ്താദേ. നിങ്ങളിപ്പോ ഏതിലുള്ളത്? സുന്നികൾ ആരോപിക്കുന്ന എന്ന് പറയുമ്പോൾ ഈ സുന്നികളിൽ നിങ്ങളില്ലേ? മൗദൂദികളോടുള്ള ഈ പ്രേമം മൂത്തിട്ട് നിങ്ങളിപ്പോ എവിടെ ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയില്ലേ? ഈ മൗദൂദികൾ ആരാന്ന് നിങ്ങൾ വലിയ ചരിത്രമൊക്കെ പഠിച്ച ചരിത്രബോധമൊക്കെ ഉള്ള വലിയ വിശാലമായ ചർച്ചകളിലൊക്കെ നല്ല അഭിപ്രായം പറയുന്ന തന്റെ ഇടവാനായ ഒരു വ്യക്തിയാണല്ലോ. എന്തേ മൗദൂദികൾ ഇവിടെ പരിശുദ്ധമായ ദീനിനുണ്ടാക്കിയ പരിക്കുകൾ നിങ്ങൾ അറിയാതെ പോയത്? അതെങ്ങനെയാണ് നിങ്ങളെ പഠനത്തിൽ വരാതെ പോയത്? നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അത് തിരസ്കരിക്കുകയല്ലേ? നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയല്ലേ? മൗദൂദികളുടെ ചാനലിൽ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിമിതി ഉണ്ടാവും. മൗദൂദികളുടെ സ്റ്റേജിൽ കയറിക്കൊണ്ട് അവർ നടത്തുന്ന സക്കാത്ത് സംരംഭത്തിൽ അവരെ ആവേശം കൊള്ളിച്ച് സംസാരിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ പരിമിതികൾ ഉണ്ടാവും. പണ്ഡിതന്മാർ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കേവല ആരോപണമല്ല നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അധികാരം ഏത് രാജ്യങ്ങളിൽ നിലനിന്നിട്ടുണ്ടോ ആ രാജ്യങ്ങൾ മുഴുവനും ജമാഅത്തെ ഇസ്ലാമിയുടെ കിരാതമായ മുഖം അവർ കണ്ടനുഭവിച്ചവരാണ്. അതൊക്കെ പഠിച്ച ആൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ചരിത്രബോധമില്ലാത്ത ആളൊന്നുമല്ല. നിങ്ങൾ എന്തേ ഇതിങ്ങനെ കണ്ണടച്ചിട്ടാക്കാനുള്ള കാരണം? ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും സംഘടിതമായി സക്കാത്ത് കൊടുത്താലേ വീടൂ എന്ന അഭിപ്രായമില്ല. അപ്പോൾ പിന്നെ ആർക്കും ഇല്ലാത്ത ഒരു അഭിപ്രായം എനിക്ക് മാത്രമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയും വേണ്ട. എൻ്റെ പരാമർശത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. എൻ്റെ ഉദ്ദേശം അതല്ല, എൻ്റെ കർമ്മവും അങ്ങനെയല്ല. അങ്ങനെ ഒരു അഭിപ്രായം ഇസ്ലാമിക സമൂഹത്തിൽ ആർക്കുമില്ല. എന്നിരിക്കാൻ ഞാൻ മാത്രമായിട്ട് അത് അങ്ങനെ കൊടുത്ത് വീടൂ എന്നൊരു നിലപാട് പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രം തിരുത്തിയാ പോരാ ഉസ്താദെ. മറിച്ച് ഈ നാലാള് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പരിശുദ്ധ ഇസ്ലാമിൽ ഒരു രേഖയുമില്ലാത്ത വിധം നടത്തപ്പെടുന്ന ഈ തോന്നിവാസത്തിന് തെളിവുണ്ടാക്കാനും അതിനെ കൊടപിടിക്കാനും അതിനെ ന്യായീകരിക്കാനും നിങ്ങൾ നടത്തിയ ആ ശ്രമം നിങ്ങളൊരു സുന്നി പണ്ഡിതൻ എന്ന അഡ്രസ്സിൽ നിങ്ങൾ സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. അതുകൂടെ നിങ്ങൾ തിരുത്തണം. അല്ല എങ്കിൽ അതിനെ ഏത് രേഖയാണ് നിങ്ങൾ അവലംബമാക്കിയത് എന്ന് ഒരു പണ്ഡിതൻ എന്നുള്ള ഒരു നിലയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ വായിക്കാൻ തയ്യാറാണ്. പക്ഷേ സംഘടിത സ്വഭാവത്തിൽ സക്കാത്ത് നൽകുമ്പോൾ സക്കാത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുമെങ്കിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാതെ അങ്ങനെ തന്നെ കിടക്കേണ്ടതാണ്. ഖിലാഫത്ത് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇമാമത്ത് ഇല്ലാത്തതുകൊണ്ട് എന്ന് വന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സക്കാത്തിലൂടെ ലക്ഷ്യം വെച്ച സാമൂഹികമായ ഒരു പ്രയോജനപരതയുണ്ട്. സംഘടിതമായി ചെയ്തുകൊണ്ട് അതിലാണ് ഗുണമെന്ന് കാട്ടിത്തന്നു. ആ ലക്ഷ്യം ഖിലാഫത്ത് ഇല്ലാത്തടത്ത് സാക്ഷാത്കരിക്കപ്പെടുകയില്ല. അത്രയും ഭാഗം അള്ളാഹുവിൻ്റെ റസൂലിന് ലക്ഷ്യം വെച്ചാൽ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയില്ല, ഇസ്ലാമിക ഭരണം ഇല്ലെങ്കിൽ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാത്ത രീതിയിലാണല്ലോ സക്കാത്ത് കൊടുക്കുന്നത്. നിങ്ങൾ അമലെന്താ പറഞ്ഞത്? ഞാൻ സ്വന്തമായിട്ട് കൊടുക്കലാണ്, ഞാൻ സ്വന്തമായി ചെയ്യുന്ന രീതിയാണ് എന്നാണ്. എങ്കിൽ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അമലെങ്ങനെ അങ്ങനെ ആയത്? നിങ്ങളെങ്ങനെ ഇങ്ങനെ കണ്ണടച്ചിട്ടാക്കുന്നത്? ഈ മൂന്ന് രീതിയിലൂടെയും സക്കാത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്ന രീതികളല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുള്ളൂ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് സക്കാത്തിലൂടെ വ്യക്തമായ കാഴ്ചപ്പാടും ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാനുള്ള മൂന്ന് രീതികളാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ആ മൂന്ന് രീതികൾ ഒന്നിലൂടെയേ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞത് മൗദൂദികളുടെ സ്വാധീനത്തിലാണ് ഉസ്താദേ. മറ്റു രണ്ട് രീതിയിലൂടെ സാക്ഷാത്കരിക്കില്ല എന്ന് ആരും പറയില്ല, വിവരമുള്ള ഒരാളും പറയില്ല. അതിവിടെ ലോകത്ത് നടന്നു വരുന്ന രീതികളാണ്. ആ ലക്ഷ്യം ഖിലാഫത്ത് ഇല്ലാത്തടത്ത് സാക്ഷാത്കരിക്കപ്പെടുകയില്ല. അത്രയും ഭാഗം അള്ളാഹുവിൻ്റെ റസൂലിന് ലക്ഷ്യം വെച്ചാൽ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയില്ല, ഇസ്ലാമിക ഭരണം ഇല്ലെങ്കിൽ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദത്തെ ഊന്ന് ബലം നൽകുന്ന വാദമല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടായി പരക്കെ ആരോപിക്കപ്പെടുന്നു.
എത്ര തവണയാണ് അവരെ പേരിൽ ആരോപിക്കപ്പെടുന്നത്, അവരെ പേരിൽ ആരോപിക്കപ്പെടുന്നത് ഇങ്ങനെ ആവർത്തിക്കുന്നത്? എന്റെ ജമാഅത്ത് ഇസ്ലാമിനോട് ഇത്ര താല്പര്യം നിങ്ങൾക്ക്? കേവലമായ ആരോപണമാണോ? ജമാഅത്തെ ഇസ്ലാമി മതത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം സ്ഥാപിതമാകണമെന്നും അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന് കീഴിലെ ഒരു മനുഷ്യന് ജീവിക്കാൻ പാടുള്ളൂ എന്നും അതല്ലാത്ത സംവിധാനങ്ങൾക്ക് കീഴ്പ്പെടുന്നത് മതവിരുദ്ധമാണ് എന്നും ഒരുപക്ഷെ അത് കുഫിരിയത്താണെന്ന് വരെ പഠിപ്പിച്ചവരാണ് ഉസ്താദെ മൗദൂദികൾ. എന്തേ അത് പറയണതിന് ഇത്ര വലിയ മടി? ആരോപിക്കപ്പെടുന്നത് എന്നിങ്ങനെ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ വായിച്ച ഇതേ പുസ്തകത്തിൽ ഇബ്നു ബാസിന്റെ ഫത്വകൾ എന്ന് പറയുന്ന ഇതേ പുസ്തകത്തിൽ 13-ാമത്തെ പേജിൽ കാണാം. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ശർഇന് പകരം മനുഷ്യനിർമ്മിത നിയമങ്ങൾക്കനുസരിച്ച് വിധി കൽപ്പിക്കുകയും അത് അനുവദനീയമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നവൻ ശരീഅത്തനുസരിച്ച് വിധിക്കലാണ് ഉത്തമമെന്ന് അവൻ പറഞ്ഞാലും അള്ളാഹു വിരുദ്ധമാക്കിയതിനെ അനുവദനീയമാക്കിയതിനാൽ അവൻ കാഫിറാകുന്നു. മതത്തിലധിഷ്ഠിതമായ ഒരു രാഷ്ട്രം സ്ഥാപിതമാകണമെന്നും അതിനെതിരായി ചിന്തിക്കുന്നവൻ അവൻ കാഫിറാണെന്നും രേഖപ്പെടുത്തി വെച്ചവരാണ് ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ. കടുത്ത തീവ്രവാദം. എന്നാൽ അള്ളാഹുവിന്റെ ശർഇനെ നിയമമാക്കൽ നിർബന്ധമാണെന്നും ഇങ്ങനെ ചെയ്യാത്തവൻ ദൈവധിക്കാരിയാണെന്നും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇച്ഛക്കടിമപ്പെട്ടുകൊണ്ടോ ഭൗതിക താല്പര്യം മുൻനിർത്തിയോ വിധിക്ക് വിധേയമാകുന്ന വ്യക്തിയോട് ശത്രുതയുള്ളത് കൊണ്ടോ മറ്റു കാരണങ്ങളാലോ ആരെങ്കിലും അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ചല്ലാതെ വിധി കൽപ്പിക്കുക യാണെങ്കിൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ അവസരവാദത്തിനൊത്തുകൊണ്ട് തുള്ളുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതനുസരിച്ചല്ലാത്ത വിധികൾക്ക് കീയൊതുങ്ങുകയാണെങ്കിൽ അവൻ കുറ്റവാളിയും മഹാപാപിയുമാകുന്നു. അവൻ ചെറിയ കുഫറും ചെറിയ അക്രമവും ചെറിയ ധിക്കാരവും പ്രവർത്തിച്ചവനായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഇത് ആരോപണമാണോ? മതത്തിലധിഷ്ഠിതമായ രാജ്യം സ്ഥാപിക്കണമെന്നും മതത്തിലധിഷ്ഠിതമായ ആശയങ്ങൾ സ്ഥാപിക്കപ്പെടുമ്പോഴേ അവിടെ ഒരു മുഅ്മിനിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്നും പഠിപ്പിച്ചവരാണ് ഉസ്താദേ ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഇത് ആരോപണമല്ല. നിങ്ങൾ ഇങ്ങനെ ആരോപിക്കപ്പെടുന്നത് എന്നിങ്ങനെ പലതവണയായി പറയുമ്പോൾ കേവലമായ ദുരാരോപണമാണെന്നുള്ള ഒരു ധ്വനിയാണ് കൊടുക്കുന്നത്. നിങ്ങൾ ആരെയാണ് ഈ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം മാസിക 1985 ഏപ്രിൽ 1 ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയും തെരഞ്ഞെടുപ്പുകളും എന്ന ഹെഡിംഗിലുള്ള ലേഖനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ദൈവമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാകുന്നു. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം. ഇഖാമത്തുദ്ദീൻ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അധിഷ്ഠിതമായ ദീനുൽ ഇസ്ലാമിനെ നിലനിർത്തുക എന്നതാണ് ജമാഅത്തിന്റെ ലക്ഷ്യം. ഇത് ആരോപണം. എഴുതി വെച്ചത് സുന്നികളാണോ? നിങ്ങൾ ഇങ്ങനെ നിസാരവൽക്കരിക്കുമ്പോഴേ ജമാഅത്തെ ഇസ്ലാമിയുടെ അതികഠിന തീവ്രവാദത്തെ വിമർശിക്കാൻ നിങ്ങൾക്ക് പരിമിതി ഉണ്ടാകും. ജമാഅത്തെ ഇസ്ലാമിക്കാർ നേതൃത്വം നൽകുന്ന ഫൗണ്ടേഷനുകളിൽ പോയി അവരുടെ ആചാരം വാങ്ങി അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് പരിമിതി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കേവലമായ ആരോപണമല്ല. യാതൊരു പരിച്ഛേദനവും വിഭജനവും കൂടാതെ ഈ ദീനിനെ സമ്പൂർണ്ണമായി ആത്മാർത്ഥതയോടെ പിന്തുടരുകയും വ്യക്തി ജീവിതവും സാമൂഹ്യ ഘടനയും രാഷ്ട്രീയ സംവിധാനവുമെല്ലാം അതിനനുരൂപമായി തീരുമാറി മനുഷ്യ ജീവിതത്തിന്റെ വ്യഷ്ടിഗതവും സമഷ്ടിഗതവുമായ സകല തുറകളിലും ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ പരിപൂർണമായി നടപ്പിൽ വരുത്തുകയും ചെയ്യുകയാണ് ഇഖാമത്തുദ്ദീൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം അതവർ പഠിപ്പിച്ചത് അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ്. ഇബ്നു ബാസാണ് അത് പഠിപ്പിച്ചത്, മൗദൂദിയാണത് വിത്തുവാങ്ങിയത്. അത് കേവലമായ ആരോപണമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങൾ മുഴുവനും എടുത്തു നോക്കിയാൽ ഈ ആശയം നമുക്ക് കാണാൻ കഴിയും. ഓ അബ്ദുള്ളയുടെ സഹോദരൻ ഓ അബ്ദുറഹ്മാൻ അദ്ദേഹം തന്റെ ഇസ്ലാമിക പ്രസ്ഥാനം ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാത്തതും മനുഷ്യന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കാത്തതുമായ ഏത് വ്യവസ്ഥയും അനിസ്ലാമികമാണ്. അത് സ്ഥാപിക്കാനോ നിലനിർത്താനോ മുസ്ലിമിന് പാടില്ലാത്തതുമാണ്. മതേതര സ്വഭാവം ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യത്ത് പരിശുദ്ധമായ മതത്തിന്റെ പേരിൽ വൃത്തികേട് പറയുകയാണ്. ഏത് മതത്തിനും അവരുടെ മതപരമായ പ്രവർത്തനങ്ങൾക്കും പ്രചരണത്തിനും സ്വാതന്ത്ര്യം നൽകപ്പെട്ട രാജ്യത്ത് നിന്നുകൊണ്ട് ഈ മതത്തെ തീവ്രവാദത്തിന്റെ ചാപ്പകുത്തുന്നവർക്ക് മരുന്നിട്ട് കൊടുക്കുകയാണ് മൗദൂദി ചെയ്തത്. ഇസ്ലാമിന്റെ ഭരണം സ്ഥാപിക്കപ്പെടാത്തിടത്ത് ഒരിക്കലും തന്നെ ലക്ഷ്യം പൂർത്തിയായിട്ടില്ല എന്നുള്ള വളരെ മതവിരുദ്ധമായ ആശയമാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ആശയം കേവലമായ ആരോപണങ്ങളിലൂടെ അവർക്ക് മേൽ ചാർത്തിയതല്ല. എന്തേ നിങ്ങൾക്ക് ഇത് തുറന്നു പറയാൻ കഴിയാത്തത്? ചരിത്ര പണ്ഡിതനാണ്, ചരിത്രബോധമുള്ള ആളാണ്. ഇവിടെ നടക്കുന്ന സമകാലിക വിഷയങ്ങളിൽ മുഴുവനും തന്റേതായ രീതിയിൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ അഭിപ്രായം പറയുന്ന പണ്ഡിതനാണ് നിങ്ങൾ. എന്തേ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രം നിങ്ങളുടെ പഠനം എത്താതെ പോയത്? എന്തേ അവരോട് ഇത്ര താല്പര്യം, ഇത്ര കരുതലെന്തേ ഉസ്താദേ നിങ്ങൾക്ക്? യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സക്കാത്തിലൂടെ സംഘടിതമായി നിർവഹിക്കപ്പെട്ട വളരെ പ്രയോജനപരതയുള്ളതും
പാവപ്പെട്ട ഒരുപാട് ആളുകളെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കുന്നതുമായ സക്കാത്ത് എന്ന് പറയുന്ന ലക്ഷ്യം ഇസ്ലാമിക ഭരണമില്ലാത്തതുകൊണ്ട് പൂർണ്ണമാവുകയില്ല, സാക്ഷാത്കരിക്കപ്പെടാതെ തന്നെ കിടക്കും എന്ന് സുന്നികളും പറഞ്ഞാൽ സുന്നികൾ ആരും സക്കാത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാതിരിക്കുന്നു പറഞ്ഞിട്ടില്ല. ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള 3 രീതികളാണ് പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത്. അത് 3ഉം ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ യോഗ്യമാണ്. അത് യോഗ്യമല്ല എന്ന് പറയുന്ന നിങ്ങളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ആ ലക്ഷ്യം ഖിലാഫത്തില്ലാത്തടത്ത് സാക്ഷാത്കരിക്കപ്പെടുകയില്ല. അത്രയും ഭാഗം അള്ളാഹുവിൻ്റെ റസൂൽ ലക്ഷ്യം വെച്ചാൽ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയില്ല, ഇസ്ലാമിക ഭരണം ഇല്ലെങ്കിൽ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദത്തെ ബലം നൽകുന്ന വാദമല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടായി പരക്കെ ആരോപിക്കപ്പെടുന്നത് ഇസ്ലാമിക ഭരണമില്ലാത്തടത്ത് ഇസ്ലാമിക ജീവിതക്രമം പൂർണ്ണമാവുകയില്ല എന്നാണ്. ഇസ്ലാമിൻ്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാമിക ഭരണം വേണം എന്ന അഭിപ്രായം അവർക്കുണ്ടെന്നാണ് അവരുടെ മേൽ ആരോപിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സക്കാത്തിലൂടെ സംഘടിതമായി നിർവഹിക്കപ്പെട്ട വളരെ പ്രയോജനപരതയുള്ളതും പാവപ്പെട്ട ഒരുപാട് ആളുകളെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കുന്നതുമായ സക്കാത്ത് എന്ന് പറയുന്ന ലക്ഷ്യം ഇസ്ലാമിക ഭരണമില്ലാത്തതുകൊണ്ട് പൂർണ്ണമാവുകയില്ല, സാക്ഷാത്കരിക്കപ്പെടാതെ തന്നെ കിടക്കും എന്ന് സുന്നികളും പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദവും അവരുടെ വാദവും തമ്മിൽ എന്താ വ്യത്യാസം? യഥാർത്ഥത്തിൽ ഞാനല്ല അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് പാടില്ല, ആ ഭാഗം അങ്ങനെ അപൂർണ്ണമായി തന്നെ കിടക്കട്ടെ, അവിടെ ഒരു ഇടപെടലിനും അവകാശമില്ല എന്ന് പറയുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നത്. ഇതിനാണ് ഉസ്താദെ വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ കയറിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് അനുയോജ്യമായ രീതിയിൽ സംസാരിച്ച് അതിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി മൗദൂദികളുടെ തന്നെ ചാനലിൽ വന്നുകൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി സംസാരിച്ച് അവസാനം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ സുന്നി സമൂഹത്തിന്റെ നേർക്ക് ആരോപണം ഉന്നയിച്ച് തടി തപ്പാനാണ് നിങ്ങൾ വിചാരിച്ചത് അല്ലേ? ഇമാമിങ്ങൾ ആരും പഠിപ്പിക്കാത്തൊരു ആശയം പറഞ്ഞുകൊണ്ട് ഉസ്താദെ നിങ്ങൾ പറയേണ്ടത് ദീനിന്റെ ആശയങ്ങൾ ഇമാമിങ്ങൾ പറഞ്ഞതല്ലേ? നിങ്ങൾ ആ പ്രഭാഷണത്തിലുണ്ടോ? അത് നിങ്ങൾ നടത്തിയ വിശദീകരണത്തിലുണ്ടോ? അത് നിങ്ങൾ അതല്ലേ പറയേണ്ടത്? കിതാബ് എടുത്ത് വായിക്കുകയല്ലേ ചെയ്യേണ്ടത്? ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിന് ആരാണ് കൊടപിടിച്ചത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ ആരാ കയറിയത്? ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജമാഅത്തിന്റെ കിരാതമുഖം മറ നീക്കപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് ആരോപിക്കപ്പെടുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഉസ്താദെ ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ? സംഘടിതമായി സക്കാത്ത് സമാഹരിച്ച് വിതരണം ചെയ്യുന്നതിന് ഇസ്ലാമിക കർമ്മശാസ്ത്രം എതിരല്ല എന്ന് സുന്നി സമൂഹം തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. സുന്നി സമൂഹം എന്ന് പറയുന്നത് അലിയാർ കാസിമി അല്ല. സുന്നി സമൂഹത്തിന്റെ നിലപാട് പറയേണ്ടത് ഇമാമിങ്ങളാണ്. ആ ഇമാമിങ്ങളെ ഫോളോ ചെയ്ത് ഈ സമൂഹത്തിന് മതനിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഭാഗം സുന്നി പണ്ഡിതന്മാരും ഈ വൃത്തികെട്ട ഈ പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനമില്ലാത്ത സംഘടിത സക്കാത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് കമ്മിറ്റി രൂപീകരിച്ച് നടത്തുന്ന സക്കാത്തിന് കൊടപിടിച്ചതായോ അംഗീകാരം കൊടുത്തതായോ അലിയാർ കാസിമി ഉസ്താദ് എന്നല്ല ഒരൊറ്റ പണ്ഡിതനോ ഒരൊറ്റ വഹാബിക്കോ ഒരൊറ്റ മൗദൂദിക്കോ തെളിയിക്കാൻ കഴിയും. ഇത് കേവലമായ വാദമല്ല ഉസ്താദ്. നിങ്ങളുടെ വാക്കുകൾ മാത്രമാണ് നിങ്ങൾക്കുള്ള രേഖകൾ. ഞങ്ങൾ പറയുന്നത് തുഹ്ഫ വെച്ചിട്ടാണ്, നിഹായ വെച്ചിട്ടായിരിക്കും, മുഗ്നി വെച്ചിട്ടായിരിക്കും. പണ്ഡിതന്മാർ പറയേണ്ടത് അങ്ങനെയാണ്. നിങ്ങൾ ശാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്ന പണ്ഡിതനല്ലേ? സുന്നി പണ്ഡിതനല്ലേ? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ആകാൻ പാടില്ല, നിങ്ങൾ മുജാഹിദിനെ പോലെ ആകാൻ പാടില്ല. നിങ്ങൾ എടുക്കേണ്ടത് തുഹ്ഫയല്ലേ, നിഹായല്ലേ, മുഗ്നിയല്ലേ? സുന്നികൾക്ക് അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കേണ്ടത് ആ ഗ്രന്ഥങ്ങളിലല്ലേ? ഫത്ഹുൽ മുഈനിലല്ലേ? ഏത് ഗ്രന്ഥത്തിലാണുള്ളത്? ഈ ഗ്രന്ഥം വിശദീകരിച്ച് ഏത് പണ്ഡിതനാണ് പറഞ്ഞു കൊടുത്തത്? സുന്നികൾക്കില്ലാത്തത് പറയാൻ അലിയാർ കാസിമി ഉസ്താദിനെ ആരും ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങളായിട്ട് മൗദൂദികളുടെ വേദിയിൽ കയറി വല്ലതും പറഞ്ഞു പോയി ആപ്പിലായെങ്കിൽ അത് നിങ്ങൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കും. അതിന് കർമ്മശാസ്ത്രത്തിൽ വിലക്കില്ലാത്തിടത്തോളം നമുക്കതാകാവുന്നതാണല്ലോ. കൃത്യമായ വിലക്ക് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ച രീതികളിൽ അത് പെടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉസ്താദിനെ പോലുള്ളവർക്ക് അത് ക്ലാസ് എടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഗതികേടാണ് ഉസ്താദ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ 3 രീതികളല്ലേ ഉസ്താദെ പഠിപ്പിച്ചത്? അത് ഏത് രീതികളാണ്? വലഹു അൻ യുഅദ്ദിയ ബിനഫ്സിഹി സകാത്തൽ മാലിൽ ബാത്തിൻ, സ്വന്തമായി കൊടുക്കുന്ന ഒരു രീതി. മറ്റൊന്ന് വലഹു തൗക്കീലു വസ്വർഫു ഇലൽ ഇമാം, മറ്റൊരാളെ വക്കാലത്താക്കൽ അനുവദനീയമാണ്, ഇമാമിലേക്ക് ഏൽപ്പിക്കലും അനുവദനീയമാണ്. ഈ 3 രീതികളിൽ ഏത് രീതിയിലാണ് ഉസ്താദെ ഇത് പെടുക? ഇതല്ലേ മിൻഹാജിലുള്ളത്? ഈ മിൻഹാജിന്റെ വ്യാഖ്യാനമായി ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞതും മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായിൽ പറഞ്ഞതും ഖതീബ് ശിർബീൻ റളിയല്ലാഹു അൻഹു മുഗ്നിയിൽ പറഞ്ഞതൊക്കെ ഈ ആശയല്ലേ? ഇതിനപ്പുറത്ത് ഈ ആര് പഠിപ്പിച്ചു? ഒരാളും പഠിപ്പിച്ചിട്ടില്ല. ഇമാമിങ്ങളായ ഇമാമിങ്ങൾ മുഴുവനും അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. മഹാനായ ഇബ്നുൽ മുലഖ്ഖിൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉംദത്തുൽ മുഹ്താജിലും എല്ലാ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയത് ഇതേ രീതിയാണ്. വസ്വർഫു ഇലൽ ഇമാം, ഇമാമിലേക്ക് നൽകുന്ന രീതി. തുഹ്ഫയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്, നിഹായിലുണ്ട്, മുഗ്നിയിലുണ്ട്, എല്ലാ ഗ്രന്ഥത്തിലുണ്ട്. അവിടെ ഇമാമിലേക്ക് ഏൽപ്പിക്കണമെന്നുള്ളിടത്ത് ലിഅന്നഹു നായിബുൽ മുസ്തഹിഖീൻ, ഇമാമാണെങ്കിലും ഇമാം ചുമതലപ്പെടുത്തി
നടത്തുന്ന സക്കാത്ത് പിരിച്ചെടുക്കാൻ പോകുന്ന സായിയാണെങ്കിലും അവരൊക്കെ നായിബുൽ മുസ്തഹിഖീൻ, അർഹർക്കുള്ള പകരക്കാരനാണ് എന്ന് പഠിപ്പിക്കുന്നു. ഏത് ഇമാമ് പഠിപ്പിച്ചു അർഹരുടെ പകരക്കാരനായ ഒരു കമ്മിറ്റിയെ? അതല്ലേ നിങ്ങൾ പറയേണ്ടത്? ഇമാം ദമീരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അന്നജുൽ വഹാജിലും ഇതേ രീതിയിൽ തന്നെ വിശദീകരിക്കുന്നു. ഇമാമിലേക്ക് ഏൽപ്പിക്കണം, അതും രീതിയാണ്. സക്കാത്തിന്റെ പ്രായോഗികമായ രീതികളിൽപ്പെട്ട മഹത്തുക്കളായ ഇമാമിങ്ങൾ പഠിപ്പിച്ച രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുലഫാ ബഅദഹു കാനൂ യബ്അസൂന സ്സആത ലിഅഖദി സക്കവാത്ത്. സക്കാത്ത് സ്വീകരിക്കാൻ വേണ്ടി ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവർക്ക് ശേഷം വന്ന ഖുലഫാഉർ റാഷിദീങ്ങളും സക്കാത്ത് പിരിക്കാൻ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ആളുകളെ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. അവിടെ പറഞ്ഞത് എന്താ ഉസ്താദേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമല്ലേ, ഖിലാഫത്തില്ലേ, മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരണാധികാരികളല്ലേ? ആ ഭരണത്തിന് കീഴിൽ നടന്നതാണ് ഇതിന് തെളിവായി ഉദ്ധരിക്കുന്നത്. അവിടെ എവിടെയും ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സക്കാത്ത് പിരിക്കുന്ന ഒരു രീതിയെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഇതാണ് ഇമാമികൾ മുഴുവനും പഠിപ്പിച്ചിട്ടുള്ളത്. സംഘടിത സക്കാത്ത് ഇസ്ലാമിക ഭരണമില്ലാത്തിടത്ത് പാടില്ല എന്ന കൃത്യമായ വിലക്ക് കർമ്മശാസ്ത്രത്തിൽ എവിടെ ആണുള്ളത് എന്നാണ് കർമ്മശാസ്ത്രവാദികളാണെന്ന് അവകാശപ്പെടുന്നവർ പറയേണ്ടത്. അതവർക്ക് കഴിയുന്നില്ല എങ്കിൽ അവർക്ക് കർമ്മശാസ്ത്രത്തിൽ അജ്ഞരാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. കർമ്മശാസ്ത്രത്തിൽ അജ്ഞരാകുക, ഒരു കർമ്മശാസ്ത്ര കിതാബിന്റെ അരവരിയും വായിക്കാനില്ലാതെ തന്റെ കേവലമായ യുക്തിയും തന്റെ പ്രസ്താവനകളും തെളിവാക്കി പറയുന്നവരെ അല്ലേ അജ്ഞരെന്ന് പറയേണ്ടത്? ഞാൻ ഉസ്താദിനെ അജ്ഞനെന്നോ വിജ്ഞനെന്നോ പറഞ്ഞു എന്ന് ഉസ്താദ് വിലയിരുത്തേണ്ടതില്ല. ഉസ്താദ് ചെയ്യുന്ന ഈ രീതിയിൽ നിന്ന് എന്താണ് വരുന്നത് എന്ന് ഉസ്താദ് ഒന്ന് ചിന്തിക്കണ്ടേ? ഏതെങ്കിലും ഒരു ഇബാറത്ത് ഇതിന് തെളിവായി നിങ്ങൾ വായിച്ചോ? അത് വായിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഇമാമിങ്ങളുടെ പേരിൽ അപരാധം പറഞ്ഞു എന്നല്ലേ ഉസ്താദേ അതിനർത്ഥം? അതോടൊപ്പം തന്നെ വ്യവസ്ഥകൾ പാലിക്കപ്പെടുമെങ്കിൽ അത് അനുവദിക്കപ്പെടുമെന്നുള്ളതാണ് സുന്നി സമൂഹത്തിന്റെ നിലപാട്. വ്യവസ്ഥകൾ പാലിക്കപ്പെടുമെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടതാണ് എന്നാണ് സുന്നികളുടെ നിലപാട്. ഏത് സുന്നി സമൂഹമാണ് ഉസ്താദേത്? ഒരു സുന്നി സമൂഹവും ഈ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഏത് ആധികാരികമായ പണ്ഡിത സഭയുടെ നേതാവാണ് ആ ഒരു അഭിപ്രായം പറഞ്ഞത്? നിങ്ങൾ തെളിയിക്കണ്ടേ? സുന്നി പണ്ഡിതന്മാരുടെ പേരിൽ വിവിധ ഗ്രൂപ്പുകളിലായി അറിയപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രബോധനം ചെയ്യാൻ വേണ്ടി നിലകൊള്ളുന്ന പണ്ഡിതന്മാരിൽ നിന്ന് സമൂഹം ആദരിക്കുന്ന ഏത് പണ്ഡിതനാണ് ഈ സംഘടിത സക്കാത്ത് എന്ന ഓമന പേരിട്ട് നടത്തുന്ന യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കമ്മിറ്റി സക്കാത്തിന് പച്ചക്കൊടി വീശിയത്? വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്ന വിധത്തിൽ നടത്തി എന്തുകൊണ്ട് അതിനൊരു മാതൃക കാണിച്ചുകൂടാ എന്ന് സുന്നി സമൂഹം ചിന്തിക്കണമെന്നാണ് കാര്യത്തിൽ എൻ്റെ നിലപാട്. സുന്നി സമൂഹത്തിന്റെ ആശയമായിരുന്നു അത് എങ്കിൽ ഇനി സുന്നി സമൂഹം ചിന്തിക്കണമെന്ന് ഉണർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുന്നത് എന്താ? നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്ന് പറയുന്ന നിങ്ങൾ എന്ത് വൈരുദ്ധ്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പലയിടത്തും കൃത്യമായ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഞാനൊരു 30 വർഷങ്ങൾക്ക് മുമ്പേ വലിയ നെടുങ്കണ്ടം ജമാഅത്തിൽ ലക്ഷത്തോളം വരുന്ന രൂപ റമദാനിൽ സമാഹരിച്ച് പാവപ്പെട്ട ആളുകൾക്ക് പെട്ടിക്കട അതുപോലെ തന്നെ തൊഴിലുപകരണങ്ങൾ പോലുള്ളത് നൽകി അവരെ സ്വയം പര്യാപ്തമാക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ്. പല സുന്നി മഹല്ലുകളിലും അത്തരം പ്രവർത്തനങ്ങൾ നടന്നു വന്നിട്ടുള്ളതുമാണ്. ഒരു സുന്നി മഹല്ലുകളിലും ഇത്തരത്തിലുള്ള അനിസ്ലാമികമായ രീതി അവലംബിച്ച് സക്കാത്ത് വിതരണം നടന്നിട്ടില്ല, നടക്കുകയുമില്ല. നിങ്ങളെപ്പോലെയുള്ള സമൂഹത്തോട് തീർത്തും വഞ്ചനാപരമായി പെരുമാറുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി വിൽപ്പന നടത്തുന്ന ഏതെങ്കിലും പണ്ഡിതൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതെങ്കിലും സമൂഹത്തെയോ വഞ്ചിച്ചുവെങ്കിൽ അത് ആ സമൂഹത്തിന്റെ കുറ്റമല്ല ഉസ്താദേ. ആ സമൂഹത്തെ ആ വഞ്ചനയിലേക്ക് കൊണ്ടുപോയ പണ്ഡിതന്റെ അപരാധമാണ്. അദ്ദേഹം പറയണം അതിന് രേഖ. അങ്ങനെ ഒരു സുന്നികളും ഇവിടെ നടത്തുന്നില്ല. അതിന്റെ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഇത് നടത്തിയാൽ പാടില്ല എന്ന് കർമ്മശാസ്ത്രം എവിടെയാണ് വിലക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ആരോടാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വിടുവേല ചെയ്യുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് യോജിച്ചതാണോ ഉസ്താദേ? ഈ സംഘടിത സക്കാത്ത് പരിചയപ്പെടുത്താൻ വേണ്ടി വല്ലാതെ സംഘടിത സക്കാത്തിന് വേണ്ടി ഘോരഘോരം ബാധിക്കുന്നവർക്കിടയിൽ തന്നെ ശക്തമായ അടി നടക്കുന്നുണ്ട്. ഈ രാജാവിനില്ലാത്ത രാജ്യഭക്തി മൗദൂദികളുള്ള പ്രേമം കൊണ്ട് എന്തിനാണ് ഉസ്താദേ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? അത് അൽ ഇസ്ലാഹ് മാസികയാണ്. 2015 ജൂലൈ സംഘടിത സക്കാത്തും മതസംഘടനകളും. ഇതിന്റെ തുടക്കത്തിൽ കാണാൻ കഴിയും കേരളത്തിൽ ഇതുവരെ നിലനിന്ന് വന്ന സക്കാത്ത് ശേഖരണ വിതരണ രീതി അനിവാര്യമാണെന്നും മറിച്ച് നിഷിദ്ധമാണെന്നുമുള്ള നിലപാടുകൾക്കിടയിലുള്ള അഹ്ലുസുന്നയുടെ ശരിയായ സമീപനം സംബന്ധിച്ച ചർച്ചയാണ് ഈ ലേഖനം. കാലം ഇത്രയും നാം ശീലിച്ചു പോന്ന പല വിഷയങ്ങൾക്കും എതിരാണ് ഈ ചർച്ച എന്ന് സ്വാഭാവികമായും തോന്നാം. വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പണ്ഡിതോചിതമായ ചർച്ചയ്ക്ക് അൽ ഇസ്ലാഹ് കളമൊരുക്കുകയാണ്. ചർച്ചകൾ ക്ഷണിച്ചുകൊള്ളുന്നു പത്രാധിപർ. അൽ ഇസ്ലാഹിൽ സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട് KNM-ൽ നിന്ന് വിഘടിച്ച് ജിന്നു മുജാഹിദ് വിസ്റ്റം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ആ ജിന്നു മുജാഹിദ് നടത്തുന്ന അൽ ഇസ്ലാഹ് 2015 ജൂലൈ മാസത്തിൽ അവർ പറയാണ്, ഞങ്ങൾക്ക് പല വിയോജിപ്പുകളും ഇതിൽ രേഖപ്പെടുത്താനുണ്ട്, പല എതിർപ്പുകളും ഞങ്ങളുടെ മാതൃസംഘടനയായിരുന്ന KNM-നോട് പറയാനുണ്ട്. എന്നിട്ട് KNM-ന്റെ പല ആശയങ്ങളെയും ഇതിൽ വ്യക്തമായി ഗണ്ണിക്കുന്നത് കാണാൻ കഴിയും.
നിങ്ങൾ പറഞ്ഞല്ലോ, ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി സംഘടിതമായി സക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞല്ലോ. രാജാവില്ലാത്ത രാജ്യവ്യക്തി എന്തിനാ ഉസ്താദേ? ഏതാണ് ഉത്തമം? ഈ സംഘടിത സക്കാത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർക്ക് പോലും നിങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി എടുത്ത പണി, ഈ പണിയെടുത്തപ്പോ നിങ്ങൾ മുന്നിൽ വെച്ച ആ ഒരു ആശയമുണ്ടല്ലോ, ഏറ്റവും നല്ലത് സംഘടിതമായി കൊടുക്കലാണ്, അതിലൂടെയാണ് ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുക എന്നുള്ളത്. അത് അവർക്ക് പോലും ബാധല്ല. ഈ അൽ ഇസ്ലാഹ് മാസികയിൽ ഒരു ഹെഡിങ് കാണാം, ഏതാണ് ഉത്തമം? നാം പഠിച്ചത് സംഘടിതമല്ലാതെ സ്വയം നൽകിയാൽ അത് നബിചര്യക്കും സലഫുകളുടെ നടപടിക്കും എതിരും അപൂർണവുമാണ് എന്ന് തുടങ്ങുന്ന KNMന്റെ പുസ്തകത്തിൽ നിന്ന് സക്കാത്ത് ഒരു മാർഗരേഖ എന്ന് പറയുന്ന പുസ്തകത്തിലെ 12ാമത്തെ പേജിലെ പരാമർശങ്ങൾ എടുത്തു കൊടുത്തിട്ട് അൽ ഇസ്ലാഹുകാരൻ എഴുതുകയാണ്, അതായത് കേരളത്തിൽ നിലവിലുള്ള സക്കാത്ത് രീതി നബിചര്യക്കെതിരും പൂർണ്ണ രൂപത്തിലല്ലാത്തതുമായതിനാൽ അത് പരിഹരിക്കുകയാണ് സക്കാത്ത് സെല്ല് രൂപീകരണത്തിന്റെ ലക്ഷ്യമെന്നർത്ഥം. എന്നാൽ പണ്ഡിത ലോകം എന്ത് പറയുന്നു എന്ന് പരിശോധിക്കാം. മുജാഹിദുകൾക്ക് പോലും, നിങ്ങൾ ഈ പറയുന്ന മൗദൂദികളുണ്ടല്ലോ, അവരുടെ അടിസ്ഥാനമായി കാണേണ്ട മുജാഹിദുകൾക്ക് പോലും വാദല്ല സംഘടിതമായി സക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു വാദം. നിങ്ങൾ ഈ പറയുന്ന സംഘടിത സക്കാത്ത് ഈ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അവർക്ക് പോലും വാദല്ല ഉസ്താദെ, എന്തിനാണ് ഇത്ര വലിയ ഇടങ്ങേറാകുന്നത്? എന്നാൽ പണ്ഡിത ലോകം എന്ത് പറയുന്നു എന്ന് പരിശോധിക്കാം. സക്കാത്ത് നൽകുക എന്നത് ഒരു പ്രവർത്തനമാണ്. ഏറ്റവും ശ്രേഷ്ഠം ധനത്തിന്റെ ഉടമ തന്നെ സക്കാത്ത് വിതരണം ഏറ്റെടുക്കുക എന്നതാണ്. അത് അർഹരായവർക്ക് എത്തിയെന്ന് എന്ന ഉറപ്പിൽ അവൻ ആയിത്തീരാൻ അതാണ് നല്ലത്. അത് വിതരണം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കാനും അവന് അവകാശമുണ്ട്. മുസ്ലിങ്ങളുടെ ഭരണാധികാരി അത് ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തെയോ പിരിച്ചെടുക്കുന്ന ആളെയോ അത് ഏൽപ്പിക്കണം. സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഭരണാധികാരി അയക്കുന്നവനാണ് ആമിൽ. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാന്റെ അൽ മുഖ്തസറുൽ ഫിഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, സംഘടിതമായ രീതി, ഇവർ പറയുന്ന സംഘടിത രീതി അതല്ല ഉത്തമം. ഇവർക്കടിയിൽ തന്നെ അടി നടക്കുമ്പോൾ എന്തിനാ ഉസ്താദെ അതിന്റെ അടിയിൽ പോയിട്ട് നമ്മൾ വലിയ വാദം കടന്നു ചെല്ലുന്നത്? ഇവർക്ക് എന്താ ഇതിന് രേഖ ഉണ്ടായത്? നിങ്ങളൊരു കിതാബും വായിച്ചില്ലല്ലോ. ഈ സംഘടിതമായ സക്കാത്ത് എന്ന പേരിൽ ഓമന പേരിട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനത്തിന് എന്ത് രേഖയാണ് അവർക്കുള്ളത്? ഒരു രേഖയുമില്ല. അവർക്ക് രേഖയായി ഉന്നയിക്കാനുള്ളത് അവരുടെ സലഫി പണ്ഡിതന്മാരെയാണ്. സംഘടനക്ക് അധികാരമുണ്ടോ എന്നൊരു ഹെഡിങ്, ആ സംഘടനക്ക് അധികാരമുണ്ട് എന്ന് എഴുതി വെച്ച KNMന്റെ വാദത്തെ ഗണ്ണിക്കുന്നു. സംഘടനക്ക് പിരിച്ചെടുക്കുന്നത് നല്ലതാണെന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഇമാമിന്റെ അധികാരം പോലും ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയവരാണ് ഇവിടെയുള്ള വഹാബികൾ. സംഘടനക്ക് അധികാരമില്ല എന്നാൽ അനുവാദമുണ്ട് എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട് ഈ രീതിക്ക് തെളിവായി അവർ ഉദ്ധരിക്കുന്നത് ഷെയ്ഖ് ഇബ്നു ബാസിനോടുള്ള ചോദ്യമാണ്. അവർക്ക് തെളിവായി ഉന്നയിക്കാനുള്ളത് ഇബ്നു ഹജർ തങ്ങളെയല്ല, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെയല്ല, ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിനെയല്ല, റംലി ഇമാമിനെയല്ല, ഖതീബ് ശിർബീനെയല്ല, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ നിന്ന് ഒരു ഇമാമിനെയുമല്ല. പിന്നെ ആരാ? ഈ അടുത്ത കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെയും വഹാബിയുടെയും ആശയത്തിന് മരുന്നിട്ട് കൊടുത്ത് വിത്തും വെള്ളവും വളവും നൽകിയ ഇബ്നു ബാസിന്റെ രേഖയാണ് ഉസ്താദ് ഇവർക്ക് തെളിവായിട്ടുള്ളത്. ഇനി ഉസ്താദ് ഇതിന് തെളിവായിട്ട് സംസാരിക്കാൻ വേണ്ടി രംഗത്ത് വരികയാണെങ്കിലും എടുക്കാനുള്ളത് ഈ ഇബ്നു ബാസിന്റെ കിതാബ് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഒരൊറ്റ ഇമാമ് ഈ മദ്ഹബിന്റെ പ്രബലാഭിപ്രായം രേഖപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി തെളിയിക്കാൻ നിങ്ങളെ കൊണ്ടെന്നല്ല ഒരാളെ കൊണ്ടും കഴിയില്ല. വിദേശ പണ്ഡിതന്മാരായ വഹാബി പണ്ഡിതന്മാർക്ക് പോലും അങ്ങനെ ഒരു വാദല്ല, വ്യാപകമായ അങ്ങനെ ഒരു വാദല്ല. ഇത് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ അബ്ദുല്ലാഹി തുവൈദിരി എഴുതിയ മുഖ്തസറുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, ഈ മുഖ്തസറുൽ ഫിഖ്ഹിൽ ഇസ്ലാമിയിൽ നിന്ന് അൽ ഇസ്ലാഹിൽ ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. എന്തിനാ കൊടുത്തത്? സംഘടിത സക്കാത്തിന് തെളിവായിട്ടല്ല, മറിച്ച് ഇമാമിന്റെ കീഴിൽ സക്കാത്ത് വിതരണം നടത്തുന്നതിനാണ്. അവരൊക്കെ പഠിപ്പിച്ചതാണ്. ആഗോളാടിസ്ഥാനത്തിൽ സലഫി പണ്ഡിതന്മാരെന്ന് അഭിപ്രായപ്പെടുന്നവർക്ക് പോലും ഈ ഒരു രീതിയോട് താല്പര്യമോ അഭിപ്രായമല്ല. അദ്ദേഹം രേഖപ്പെടുത്തിയെന്താ? ഭരണാധികാരിയിലേക്ക് സക്കാത്ത് ഏൽപ്പിക്കുന്നതിന്റെ വിധി ഈ ഗ്രന്ഥത്തിൽ എവിടെയും സക്കാത്തിന്റെ വിതരണ രീതികളെ വിശാലമായി പഠിപ്പിക്കുന്ന അവരുടെ ആശയത്തിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ ഗ്രന്ഥത്തിൽ എവിടെയും ഒരു കമ്മിറ്റി സക്കാത്തിന്റെ പരാമർശമല്ല ഉസ്താദേ. യജൂസു ലിൽ ഹാകിമി ഇദാ കാന ആദിലൻ അമീനൻ അലാ മസാലിഹിൽ മുസ്ലിമീന അൻ യഖുദ സക്കാത്ത മിനൽ അഗ്നിയായി വയസ്രിഫഹാ ഫീ മസാരിഫിഹാ ശർഇയ്യ. ഭരണാധികാരിക്കാണ് അതിന്റെ അധികാരം എന്നാണ് പറയുന്നത്. അത് അനുവദിക്കപ്പെട്ടത് ഭരണാധികാരിക്കാണെന്നാണ് പറയുന്നത്. വയജിബു അലൈഹി ബഅസു സുആത്തി ലിഖബ്ദി സകാത്തിൽ അംവാലിൽ ളാഹിറതി കസായിമതി ബഹീമത്തിൽ അൻആമി വസ്സുറൂഇ വസ്സിമാരി വനഹ്വിഹാ. ഭരണാധികാരിയുടെ ബാധ്യതയും ഭരണാധികാരിക്ക് അനുവദിക്കപ്പെട്ടതുമായിട്ടാണ് ഇദ്ദേഹം പോലും രേഖപ്പെടുത്തിയത്. അപ്പൊ ഇതിനൊക്കെ തെളിവുന്നയിക്കാൻ വേണ്ടി സുന്നി പണ്ഡിതന്മാർ സമൂഹത്തിന് വേണ്ട വിധത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ല. സുന്നി സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് സുന്നികൾ ഇതിനെ അംഗീകരിക്കേണ്ടതും അംഗീകരിച്ചവരുമാണ് എന്ന് പറഞ്ഞ് രേഖകൾ തപ്പാൻ വേണ്ടി പോകുമ്പോ സലഫി പണ്ഡിതന്മാരിൽ പലരും തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ള ഒരു ദുഃഖത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമെന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.